ഇന്ത്യയിൽ RSS നയിക്കുന്ന BJP സർക്കാർ ജനങ്ങളെ അടിച്ചമർത്തുന്ന നയസമീപനമാണ് സ്വീകരിക്കുന്നതെന്നും CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLAയുമായ M. M. മണി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും ആയിരക്കണക്കിന് ആളുകൾ ജീവത്യാഗം ചെയ്താണ് സ്വാതന്ത്ര്യം നേടിയതെന്നും M. M. മണി പറഞ്ഞു. LDF നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന വിളംബര ജാഥയിൽ രാജാക്കാട്ടിൽ സംസാരിക്കുകയായിരുന്നു M. M. മണി. കേന്ദ്രം RSS നയിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. RSS ആണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്നത്. നമുക്കറിയാം, 600ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ. നാട്ടുരാജ്യങ്ങൾ തങ്ങളിലുള്ള സംഘർഷത്തിൽ ഇടപെട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ അകത്ത് ഭരിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിൻ്റെ ഭാഗമാണ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടാനിടയായിരുന്ന കാര്യം നമുക്കറിയാവുന്ന. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും 10,000-കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ജീവത്യാഗം ചെയ്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതെന്ന കാര്യം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് കെട്ടിക്കാനും ഇന്ത്യ ഭരിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതും 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ നിർബന്ധിതമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്നും സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. 1947 ആഗസ്റ്റ് 15 മുതൽ ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റും ശാസ്ത്രിയുടെ ഗവൺമെൻറ്റും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റും പ്രിയമുള്ളവർ അങ്ങനെ മാറി വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് ഈ രാജ്യം ഭരിച്ചത്. കോൺഗ്രസ് ഗവൺമെൻറ്റിന് ഈ രാജ്യം ഭരിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്നത്തെ രാജ്യത്തെ സ്ഥിതി എന്ത്? യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ പോന്ന സംഘം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നിടത്തേക്ക് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് ഭരണാധികാരികൾ അവരുടെ ഭരണ നയ വൈകല്യത്തിൻ്റെ ഭാഗമായി RSS ഇന്ത്യയെ നയിക്കുന്ന BJP ഇന്ത്യയെ നയിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.